മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇല്ലാതെ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തിക്ക് സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പോർഷൻ നോക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു മറ്റേ പോർഷനിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പൊ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്? ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അത് പ്രശ്നങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചിന്തിക്കുവാൻ ഈ പേഴ്സണ് കുറച്ച് ടൈം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ്. എനിക്ക് ചിന്തിക്കാനും, എനിക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ചിന്തിക്കാനും ഒക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് ഒരുപാട് സമയം വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. ഇവിടെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും അത് നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്നും മാറ്റി വെക്കുവാനോ സാധിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ല, ഈ പേഴ്സന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയും ഇല്ലെങ്കിൽ പോലും അവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എപ്പോഴും ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, അതായത് റൊമാൻറ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഈ പേഴ്സന്റെ റൈറ്റ് സൈഡിലായിട്ട് റൊമാൻറ്റിക് പാർട്ട്ണറായിട്ട് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ മാഗ്നറ്റിക് അട്രാക്ഷൻ ഇവിടെ നല്ല രീതിയിലുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ വ്യക്തി ഓർക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണുവാൻ കഴിയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ചിരിയായിരിക്കാം, സംസാരമായിരിക്കാം, നിങ്ങളുടെ ശബ്ദമായിരിക്കാം, നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, ചാറ്റ് ചെയ്യുന്ന രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ വളരെയധികം നിറഞ്ഞു കവിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ സപ്പോർട്ടീവായിട്ട് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ഇന്റൻഷൻ ആണ്. അതായത് ഈ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ഉദ്ദേശമുണ്ട്, അത് കൃത്യമായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആണുള്ളത്. അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ട്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇത് ഇങ്ങനെ പോകണം, ഇത് ഈ ഒരു രീതിയിലായിരിക്കണം പോകേണ്ടത്, ഇതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണം, ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നിങ്ങനെയുള്ള, നമ്മൾ പറയില്ലേ ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് കൊട്ടാരം പടുത്തുയർത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൃത്യമായിട്ടും വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശശുദ്ധിയാണ് നിങ്ങളെക്കുറിച്ച് ഉള്ളത്. അത് കുറച്ചു നേരത്തേക്ക് ഒരു ചായ കുടിച്ച് പിരിയുക എന്ന് പറയുന്ന പോലത്തെ കുറച്ചു നേരത്തേക്കുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല ഈ വ്യക്തിക്കുള്ളത്. അതായത് കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശം നിങ്ങളിൽ ഈ പേഴ്സൺ കാണുന്നുണ്ട്. അത് മാത്രമല്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് അവസാനിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാതെ, യാതൊരു തരത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ഉറപ്പായിട്ടും അത്യാവശ്യം നല്ലൊരു ഒരു കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഓക്കെ ഇതിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള
ഒരു രീതിയിലാണ്, ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ്. നമുക്കിവിടെ സ്നേഹത്തിന്റെ പാനപാത്രം, കപ്പ് ഓഫ് ലവ് വീണ് കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലേഡി അത് തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരുപക്ഷെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയ സമയത്ത് പോലും ഈ വ്യക്തിക്ക് ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പേഴ്സൺ എന്തോ ഇപ്പൊ നമ്മളുടെ വേണ്ടപ്പെട്ട ഇപ്പൊ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് മിണ്ടാതെ ആവുകയാണ്, വിത്തൗട്ട് എന്താണ് റീസൺ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. എല്ലാ കാര്യവും നഷ്ടപ്പെട്ട് പോയതിന് തുല്യമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. അത്രയും നാള് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്ത പരിഗണന, സ്നേഹം, പ്രാധാന്യം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ആദ്യമൊക്കെ ഈ വ്യക്തി ഒറ്റക്ക് ജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. എനിക്ക് ആരും വേണ്ട, നിങ്ങളും വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം എന്നുള്ളൊരു തീരുമാനത്തിൽ ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ മുന്നോട്ട് പോകും തോറും ഈ പേഴ്സന്റെ പ്രധാന ഒരു കാര്യമായിട്ടുള്ള നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ല. അപ്പൊ അത് എങ്ങനെയെങ്കിലും തെരഞ്ഞു പിടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത്ര വിലപ്പെട്ടതല്ല എങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോകത്തില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ കാണാണ്ടായാലും നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ അന്വേഷിക്കും. കാരണം അത് നമുക്ക് അത്രയും നമുക്ക് വിലപ്പെട്ടതായതുകൊണ്ടാണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിലപ്പെട്ടതാണ് ഈ വ്യക്തിക്ക് എന്നുള്ള തിരിച്ചറിവ് വളരെ വൈകിയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അതുപോലെ ലൈഫ് എനർജിയാണ്. ഈ പേഴ്സന്റെ ജീവിതത്തിന് തന്നെ ഒരു എനർജി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ലൈഫിൽ പോലും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ആകെ ഒരു മൂഡിയായിട്ട് അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഓക്കെ ആണ്, ഓക്കെ എന്നുള്ളൊരു രീതിയിൽ പോയിട്ടുണ്ടാകാം എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അത് അഭിനയിച്ച് കാണിക്കുന്നതാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം തീർന്നു പോയി അല്ലെങ്കിൽ അവസാനിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഇരുന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ആ ഒരു ലൈഫിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്തോഷം, സമാധാനം, സംതൃപ്തി എന്തായിരുന്നോ അത് നഷ്ടപ്പെട്ടു പോയതിന് തുല്യമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ടുള്ള ഒരു ജേണിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് ഇല്ലാതാകുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫസ്റ്റ് എനർജി, ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഹൗസ് ദാറ്റ് ഫോർ എ ഹാപ്പിലി ഇവർ ആഫ്റ്റർ എന്നാണ്. അതായത് എങ്ങനെ നീ ഇല്ലാതെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് ചോദിക്കുന്നത്. കാരണം എങ്ങനെയാണ് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ നീ ഇല്ലാതെ എന്നുള്ളൊരു ലെവലാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മസ്റ്റായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് നമുക്കിവിടെ ഒരു കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീണിടം, അതായത് ഒരു സ്ഥലത്ത് വീണു പോയി, അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് വിധിയെ പഴിച്ചുകൊണ്ട് ആ വീണ് കിടന്ന സ്ഥലത്ത് തന്നെ കിടക്കുന്ന ഒരു രീതി ഈ പേഴ്സൺ ഇല്ല. എന്ത് കാര്യത്തിനെയും ചാലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എന്ത് പ്രതിസന്ധിനെയും മറികടക്കാനുള്ള ഒരു ശക്തി ആർജിച്ചു കൊണ്ടുവരലാണ് ഈ പേഴ്സൺ എപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ സംഭവിച്ചു ഓക്കെ എന്നാ പിന്നെ അതായിരിക്കും വിധി എന്നുള്ള രീതിയിൽ പോവുകയല്ല. പകരം വളരെ തൻ്റെ ഇടത്തോടു കൂടി പൂർവാധികം ശക്തിയോട് കൂടി ഉയർന്നു വരുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണ് ഉള്ളത്. അതുപോലെ ഫോർഗീവ്നെസ് ആണ്. രണ്ടുപേരുടെയും ഭാഗത്തും തെറ്റുകളുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിക്കുന്നില്ല നിങ്ങളും ഈ പേഴ്സണും എപ്പോഴും നിങ്ങൾ മാത്രമാണ് കുറ്റക്കാര്, ഈ പേഴ്സൺ നല്ല ആളാണ്, ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഈ പേഴ്സണ് നല്ലോണം അറിയാം
കാരണം ഈ പേഴ്സണ് നല്ലോണം അറിയാം നിങ്ങളും കുറ്റം ചെയ്തിട്ടുണ്ട്, ഈ പേഴ്സണും കുറ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചാലും പൊറത്താലും മാത്രമാണ് അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സത്യവും കൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വ്യക്തമായും കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ ക്ഷമിക്കാൻ നിങ്ങളിൽ പലവരും തയ്യാറല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിരിക്കാം, അപ്പോൾ ഈ പേഴ്സണ് താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ തയ്യാറായിരിക്കാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നതും ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഫിസിക്കൽ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഈ പേഴ്സൺ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ തന്നെ ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നു. ഇപ്പൊ മനസ്സിന് ഭയങ്കര വിങ്ങല്, ഭാരം, സ്വസ്ഥതയില്ലായ്മ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരം സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടാകാം, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ റേക്കി ഹീലിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പേഴ്സൺ ഉയർന്നു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളില്ലാതെ ഈ പേഴ്സൺ സന്തോഷത്തിലൊന്നുമല്ല, പക്ഷേ ഈ പേഴ്സൺ വളരെയധികം ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ടാർഗറ്റും മെന്റാലിറ്റിയാണ്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എന്താ പറയാ, പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുക, പെട്ടെന്ന് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുക, അങ്ങനത്തെ ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ പേഴ്സൺ. യെസ്, 2008 നമ്പർ 8, 8-ാം തീയതി 2002, സോൾമേറ്റ്, പഞ്ചാബ്, ഓഗസ്റ്റ്, ആയില്യം നാള്, വർക്ക് അഡിക്ഷൻ, 28-ാം തീയതി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.